സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് സുന്ദരകാന്ഡം ഹനുമാൻ സീതാ സംവാദം മുതൽ ഹനുമാൻ രാവണ സഭയിൽ വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ത്രിജടയുടെ വാക്കുകൾ കേട്ട് രാക്ഷസികളൊക്കെ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. പാരവശ്യത്തോടെ അവരെല്ലാം ഉറങ്ങി. ആ സമയത്ത് സീതാദേവിയുടെ മനസ്സ് വളരെ ദുഃഖിതമായി. സീതാദേവി വിചാരിക്കുകയാണ്, പ്രഭാതത്തിൽ ഈ രാക്ഷസികൾ എൻ്റെ ശരീരം ഭക്ഷിക്കും. എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ല. മരിക്കുന്നതിനും ഒരു വഴി കാണുന്നില്ല. ശ്രീരാമനും എന്നെ മറന്നു. അദ്ദേഹവും കരുണയില്ലാത്തവനാണ്. ഇന്ന് തന്നെ ഞാൻ ജീവൻ ഉപേക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് ദുഃഖത്തോടെ പതുക്കെ എഴുന്നേറ്റ് താണുകിടന്ന ശിംശവാവൃക്ഷ ശാഖയിൽ പിടിച്ചു നിന്നുകൊണ്ട് ചഞ്ചല ഹൃദയത്തോടുകൂടി ഭർത്താവിനെ ഓർത്തോർത്ത് കണ്ണീരോടെ സീത വിലപിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹനുമാൻ പതുക്കെ ഇങ്ങനെ പറഞ്ഞു. ലോകസാക്ഷിയായ സൂര്യൻ്റെ വംശത്തിൽ ദശരഥൻ ജനിച്ചു. അദ്ദേഹത്തിന് കാമദേവ സമന്മാരായി രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന 4 പുത്രന്മാരുണ്ടായി. രാക്ഷസവംശം നശിപ്പിക്കുന്നതിന് ഹേതുഭൂതനായ ശ്രീരാമൻ അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് ജനകപുത്രിയായ സീത, അനുജനായ ലക്ഷ്മണൻ എന്നിവരോടൊപ്പം കാട്ടിൽ താമസമാക്കി. അവിടെ വെച്ച് കള്ളസന്യാസിയുടെ വേഷത്തിലെത്തി രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. സീതയെ കാണാതെ രാമലക്ഷ്മണന്മാർ ദുഃഖിതരായി കാട്ടിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ജടായുവിനെ കണ്ടു. അവന് മോക്ഷം നൽകിയിട്ട് മാല്യവാൻ എന്ന പർവ്വതത്തിൻ്റെ താഴ്വാരത്തുകൂടി സഞ്ചരിക്കുമ്പോൾ സൂര്യപുത്രനായ സുഗ്രീവനോട് സഖ്യം ചെയ്ത് ബാലിയെ വധിച്ചു. സുഗ്രീവനെ വാനരരാജാവാക്കി. അതിന് പ്രത്യുപകാരമായി സീതയെ കണ്ടെത്താൻ 4 ദിക്കിലേക്കും സുഗ്രീവൻ വാനരന്മാരെ അയച്ചു. അവരിൽ ഒരുവനായ ഞാൻ ഇവിടെ എത്തി. പുണ്യവാനായ സമ്പാദിയുടെ വാക്കനുസരിച്ച് 100 യോജന വിസ്താരമുള്ള സമുദ്രം ഞാൻ ചാടിക്കടന്നു. രാത്രിയിൽ ഭൗതിയെ ഈ രാക്ഷസ നഗരം മുഴുവൻ ഞാൻ അന്വേഷിച്ചു നടന്നു. ഒടുവിൽ എൻ്റെ പിതാവായ വായുഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ വൃക്ഷസമൂഹവും ശിംശവാവൃക്ഷവും അതിൻ്റെ ചുവട്ടിൽ ഭൗതിയെയും കണ്ടെത്തി. ഇന്ന് ഞാൻ കൃതാർത്ഥനായി. ആഗ്രഹം നിറവേറിയതിനാൽ കൃതകൃത്യനായി. ഭഗവാനായ ശ്രീരാമചന്ദ്രൻ്റെ അനുചരന്മാരിൽ ഞാൻ തന്നെയാണ് പ്രമുഖൻ. എൻ്റെ മഹാഭാഗ്യം. ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ഇത്രയും പറഞ്ഞതിന് ശേഷം കുറച്ചു സമയം വാനരശ്രേഷ്ഠൻ മിണ്ടാതെ ഇരുന്നു. രഘുകുലവരനായ ശ്രീരാമൻ്റെ ചരിത്രം ശരിയായി ആകാശത്തിൽ പ്രകീർത്തിച്ചത് എന്തിനാണ്? വായുദേവൻ ദയാപൂർവം പറഞ്ഞു കേൾപ്പിച്ചതാണോ? അതോ പാപിയായ എൻ്റെ മനോവിഭ്രാന്തിയാണോ? വളരെ കാലം തീരെ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുന്നത് എങ്ങനെ? രസകരമായി പറഞ്ഞു കേട്ട ഭർത്താവിൻ്റെ വിവരങ്ങൾ ചെവികളിൽ അമൃതം പകരുന്നവയാണ്. ദൈവമേ, ഇത് സത്യമായി വരയണമേ. ഒരു മനുഷ്യനാണ് ഈ കഥ പറഞ്ഞത് എങ്കിൽ ആ നല്ലവനെ എനിക്ക് കാണുമാറാകണം. സീതയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ സന്തോഷത്തോടെ പതുക്കെ ഇറങ്ങി വന്ന് ദേവിയുടെ പാദകമലങ്ങൾക്ക് സമീപം ഭക്തിയോടെ വീണ് നമസ്കരിച്ചു. ഒരു കുരിയിൽ പക്ഷിയുടെ വലിപ്പമുള്ള ശരീരത്തോടു കൂടിയ ഹനുമാൻ അല്പം അകലെ തൊഴുതുകൊണ്ട് നിലയായി. ഇവിടെ രാക്ഷസ രാജാവായ രാവണൻ വാനരവേഷത്തിൽ എന്നെ മോഹിപ്പിക്കാൻ വന്നതാണോ? ശിവശിവ, എന്താണിത്? രാവണൻ്റെ വലിയ കുസൃതിയാണ് ഇതെന്ന് വിചാരിച്ച് ഭയത്തോടെ കുമ്പിട്ടിരിക്കുന്ന സീതയോട് ഹനുമാൻ പറഞ്ഞു. അഖിലേശ്വരി, ഇവിടെ അവിടുത്തെ പാദപങ്കജങ്ങളാണ് എനിക്ക് ആശ്രയം. എന്നെ അല്പവും സംശയിക്കേണ്ട. ദേവിയുടെ സജീവനാണ് ഞാൻ. അവിടുന്ന് വിചാരിക്കുന്നത് പോലെ വാനരരൂപം ധരിച്ച രാവണനല്ല, കോസല രാജാവായ ശ്രീരാമൻ്റെ ദാസനാണ് ഞാൻ. അല്ലയോ സുന്ദരി, വാനരവംശത്തിലെ ശ്രേഷ്ഠനും സൂര്യപുത്രനുമായ സുഗ്രീവൻ്റെ ഭൃത്യനായ ഞാൻ വായുവിൻ്റെ മകനാണ്. അമ്മേ, മനസ്സാ വാച കർമ്മണ ആരോടും ഒരു കാപട്യവും കാട്ടാൻ അറിഞ്ഞുകൂടാത്തവനാണ് ഞാൻ. വായുപുത്രൻ്റെ അതിമധുരമായ വാക്കുകൾ കേട്ട് ലക്ഷ്മി ദേവി, അതായത് സീത, ഇങ്ങനെ ചോദിച്ചു. സത്യസന്ധവും വളച്ചുകെട്ടില്ലാത്തതും മൃദുവും വ്യക്തമായ അക്ഷരങ്ങളോട് കൂടിയതുമായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നവർ വളരെ കുറവത്രേ. ദയവായി പറയൂ, കാരുണ്യവാനായ വാനരശ്രേഷ്ഠ, മനോഹരമായ വനത്തിൽ വെച്ച് മനുഷ്യരും വാനരന്മാരും തമ്മിൽ ഇങ്ങനെ ബന്ധമുണ്ടാകാൻ എന്താണ് കാരണം? തിരുമനസ്സിന്, അതായത് ശ്രീരാമന്, നിന്നോട് വളരെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണവും പറയുക. ഹനുമാൻ പറഞ്ഞു. സുന്ദരി, സർവേശ്വരൻ്റെ സകല വൃത്താന്തങ്ങളും കേട്ടാലും ശ്രീരാമദേവൻ സത്യമായി ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഭവതി 2 ശരീരമായി അഗ്നിയിലും ആശ്രമത്തിലും സ്ഥിതി ചെയ്തപ്പോൾ ശ്രീരാമൻ ഒരു സ്വർണ്ണമൃഗത്തെ കണ്ടിട്ട് മൂർച്ചയേറിയ അമ്പും വില്ലുമായി അതിൻ്റെ പിന്നാലെ ചെന്ന് നീചനായ മാരീചനെ കൊന്നു.
അനന്തരം ക്ഷീണിച്ച് തിരികെ ആശ്രമത്തിലെത്തിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കാട്ടിൽ ദേവിയെ എല്ലായിടത്തും അന്വേഷിച്ചും പരിഭ്രമിച്ചും ദുഃഖം സഹിക്കാതെ വിലപിച്ചും നടക്കുമ്പോൾ ഒരിടത്ത് പക്ഷിശ്രേഷ്ഠനും ഗരുഡതുല്യനുമായ ജടായു കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് കണ്ടു. സീതയുടെ വൃത്താന്തമെല്ലാം അവൻ ശ്രീരാമനെ അറിയിച്ചു. തുടർന്ന് ആ പക്ഷീന്ദ്രന് അദ്ദേഹം മോക്ഷം നൽകി. പിന്നീട് കാടുകളിൽ അനുജനായ ലക്ഷ്മണനോടൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ കബന്ധന് മോക്ഷം കൊടുത്തു. അനന്തരം ശബരിയുടെ ആശ്രമത്തിലെത്തി അവൾക്ക് മോക്ഷം നൽകി. ശബരിയുടെ വാക്കുകൾ അനുസരിച്ച് ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ പാർശ്വത്തിൽ കൂടി ഇരുവരും നടക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സുഗ്രീവൻ താൽപ്പര്യപൂർവ്വം എന്നെ അയച്ചു. ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഞാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തി. ശ്രീരാമൻ്റെ മനോഗതം മുഴുവൻ അറിഞ്ഞ് അവരിരുവരെയും ചുമലിലെടുത്ത് സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചു. ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും ദുഃഖപരിഹാരത്തിനായി ഇരുവരെ കൊണ്ടും അഗ്നിസാക്ഷിയാക്കി പരസ്പരം സഖ്യം ചെയ്യിച്ചു. സുഗ്രീവന്റെ ഭാര്യയെ ബലാൽ സ്വാധീനമാക്കിയ ബാലിയെ കൊന്ന് രാജ്യം സുഗ്രീവന് നൽകി. സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്താനായി സുഗ്രീവൻ 4 ദിക്കിലേക്കും ഓരോ ലക്ഷം വാനരന്മാരെ വീതം അയച്ചു. അപ്പോൾ ശ്രീരാമൻ സ്നേഹത്തോടെ എന്നെ വിളിച്ചിട്ട് എൻ്റെ പേരെഴുതിയിട്ടുള്ള ഈ മോതിരം സീതയുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് ഭൗതിക്ക് കൂടുതൽ വിശ്വാസമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അടയാളവാക്യവും പറഞ്ഞു വന്നു. മോതിരം അവിടുത്തെ കയ്യിൽ ഉടനെ തരുന്നുണ്ട്, സന്തോഷപൂർവ്വം കണ്ടാലും. ഇപ്രകാരം മധുരതരമായി പറഞ്ഞുകൊണ്ട് ഹനുമാൻ ശ്രീരാമൻ്റെ മോതിരം ലക്ഷ്മീദേവിയായ സീതയുടെ കയ്യിൽ കൊടുത്തു. അനന്തരം സവിനയം വീണ്ടും വീണ്ടും തൊഴുതുകൊണ്ട് പിറകോട്ട് നടന്ന് നിലകൊണ്ടു. അത് കണ്ട് വളരെയധികം സന്തോഷപൂർവ്വം സീതാദേവി ആനന്ദക്കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് രാമനാമാങ്കിതമായ അങ്കുലീയം ഭർത്താവിനെ എന്ന പോലെ ശിരസിൽ അണച്ചു. വാനരശ്രേഷ്ഠനും മഹാബുദ്ധിമാനുമായ അങ്ങ് തീർച്ചയായും എൻ്റെ പ്രാണദാതാവും പ്രിയങ്കരനുമാണ്. ഭഗവാനും പരമാത്മാവും ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടവുമായ ശ്രീരാമൻ്റെ ഭക്തനായ അങ്ങ് വിശ്വാസ്യനും ദയാപരനും ആണ്. പല സൽഗുണങ്ങളും ഉള്ളവരെ അല്ലാതെ ഭർത്താവ് എൻ്റെ അടുത്തേക്ക് മറ്റാരെയും അയക്കുകയില്ല. എൻ്റെ സുഖവും നിത്യം കഴിയുന്ന രീതിയും ഭഗവാൻ കണ്ടുവല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് കാരുണ്യമുണ്ടാകും വിധം കാര്യങ്ങളെല്ലാം അറിയിക്കുക. 2 മാസം കഴിഞ്ഞാൽ രാവണൻ നിശ്ചയമായും എന്നെ ഭക്ഷണമാക്കും. അതിനിടയിൽ ശ്രീരാമൻ ഇവിടെ വന്നെത്താൻ നീ പരിശ്രമിക്കുക. അത്രയും കാലം ഞാൻ ജീവൻ നിലനിർത്താം. പെട്ടെന്ന് ഇവിടെ എത്തി രാവണനെ കൊന്ന് എൻ്റെ ദുഃഖം ഒഴിവാക്കി രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് പോയി പറയുക. വായുപുത്രനായ ഹനുമാൻ ലോകമാതാവായ സീതയുടെ വാക്കുകൾ കേട്ടിട്ട് ദുഃഖമില്ലാതാക്കാൻ ഇങ്ങനെ പറഞ്ഞു. അടിയൻ ഭൂപതിയായ ശ്രീരാമനോട് അവിടുത്തെ വാർത്തകൾ ചെന്ന് അറിയിക്കുന്നതിന് മുമ്പേ തന്നെ അനുജനോടും വാനരസേനയോടുമായി ഇവിടെ എത്തി പുത്രന്മാർ, മന്ത്രിമാർ, സഹോദരന്മാർ എന്നിവരോടൊപ്പം രാവണനെയും ക്ഷണനേരം കൊണ്ട് കാലപുരിക്ക് അയക്കും തീർച്ച. കാരുണ്യപൂർവ്വം ഭൗതിയെ വീണ്ടെടുത്തുകൊണ്ട് ഭർത്താവ് അയോധ്യയിലേക്ക് എഴുന്നള്ളും. ഹനുമാന്റെ വാക്ക് കേട്ട് സീതാദേവി ചോദിച്ചു, അതിവിശാലമായി ഈ സമുദ്രം എങ്ങനെയാണ് ശ്രീരാമൻ വാനര സൈന്യത്തോടെ കടന്നു വരുന്നത്? ഹനുമാൻ പറഞ്ഞു, പുരുഷോത്തമനായ ശ്രീരാമനെയും അനുജനെയും മറ്റു വാനര സൈന്യത്തെയും എൻ്റെ ചുമലിൽ വഹിച്ച് ക്ഷണനേരത്തിനകം ഞാൻ ഇവിടെ എത്തിക്കും. ദേവി, അക്കാര്യം ഓർത്ത് എന്തിനാണ് മനോവിഷമം? അനായാസം ഈ രാക്ഷസകുലവും ലങ്കയും ഭസ്മമാക്കും. ഒരു ഉപദ്രവവും കൂടാതെ ഇവിടെ നിന്ന് വളരെ വേഗം പോകുന്നതിന് ദേവി എനിക്ക് അനുവാദം തന്നാലും. വിരഹത്താൽ ദുഃഖിതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് എന്നെക്കുറിച്ച് വിശ്വാസം ഉണ്ടാക്കുന്നതിനു വേണ്ടി വേഗം ഒരു അടയാളവാക്യം കൂടി അവിടുന്ന് അരുളി ചെയ്യണം. ഇത് കേട്ട സീത അല്പനേരം ആലോചിച്ചതിന് ശേഷം തൻ്റെ തലമുടി കെട്ടിൽ അണിഞ്ഞിരുന്ന വിശിഷ്ടമായ ചൂടാരത്നം എടുത്ത് ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മകനെ, അടയാളവാക്യം കേട്ടുകൊള്ളൂ. ഇത് വളരെ രഹസ്യമായി അദ്ദേഹത്തോട് പറയൂ. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നിന്നിൽ നിശ്ചയമായും പൂർണ്ണ വിശ്വാസം ഉണ്ടാകും. ഞങ്ങൾ ചിത്രകൂട പർവ്വതത്തിൽ തപോനിഷ്ഠയോടുകൂടി വാഴുമ്പോൾ, ഇവിടെ പലളക്കഷ്ണം പറയണതിന് പലരും പല അർത്ഥം പറയുന്നുണ്ട്. ചിലർ പറയണു മാംസകഷ്ണം ഉണക്കുവാൻ ചിക്കിയിട്ടെന്ന്. പക്ഷേ ഈ പലളം എന്ന വാക്കിന് അരിക്കൊണ്ടാട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടാട്ടങ്ങൾ, ഇപ്പോൾ പലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേൾപ്പിക്കുക, കൊണ്ടാട്ടം, വരിക്കൊണ്ട, അങ്ങനെ പല കൊണ്ടാട്ടങ്ങളും, അങ്ങനെ പലണെന്നുള്ളതിന് പല വാക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ കാട്ടിൽ ഇവർ പഞ്ചവടിയിൽ താമസമാക്കിയ സമയത്ത് പറയുന്ന ഒരു വരിയുണ്ട്. അതായത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും പഞ്ചവടിയിൽ പ്രവേശിച്ചു. അവിടെ ലക്ഷ്മണൻ അതിമനോഹരമായ ഒരു പർണശാലയും പുഷ്പങ്ങൾ കൊണ്ട് കിടക്കയും ഉണ്ടാക്കി. അവിടെ ഉത്തമമായ ഗംഗാനദിയുടെ വടക്കേ തീരത്ത് ജാനകി ദേവിയോടുകൂടി ശ്രീരാമൻ താമസിച്ചു പറഞ്ഞു. അതിന് തൊട്ടുന്നെ പറയുന്നു,
ശ്രീരാമൻ സീതാദേവിയെ വിനോദിപ്പിച്ചുകൊണ്ട് അയോധ്യയിൽ വാണുപോലെ വാണു. ലക്ഷ്മണൻ പല പല മൂലാദികളും സസന്തോഷം ശേഖരിച്ചു കൊണ്ടുവന്ന് നിത്യവും അവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഒരു സ്ഥലത്തും വേട്ടയാടാൻ പോണ കാര്യം ഇവിടെ പറയുന്നില്ല. പല പല മൂലാദികളും സന്തോഷം ശേഖരിച്ചു കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എന്തെങ്കിലും ഫലമൂലാദികളൊക്കെ അധികം വരുമ്പോൾ അതിനെ ഉണക്കി സൂക്ഷിക്കുക എന്നൊരു പതിവുണ്ടോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ഇതിനെ കാണാം. അങ്ങനെ പലള കഷ്ണമൊക്കെ ഉണക്കാൻ ചിക്കിയിട്ട് ഞാൻ കാവലിരിക്കുകയായിരുന്നു. ശ്രീരാമദേവൻ എൻ്റെ മടിയെ തലവെച്ച് കിടന്നുറങ്ങി. അപ്പോൾ അതിചപലനായ ഇന്ദ്രപുത്രൻ, അതായത് ജയന്തൻ, കാക്കയുടെ രൂപത്തിലെത്തി പലതവണ മാംസകഷ്ണങ്ങൾ കുത്തി. അത് ഭക്ഷിക്കാനാണ് എന്ന് കരുതി ഞാൻ നിർദ്ദയം കല്ല് പെറുക്കി എറിഞ്ഞു. ഏറുകൊണ്ട് കോപിച്ച അവൻ മൂർച്ചയേറിയ കാൽനഖങ്ങളും ചുണ്ടുകളും കൊണ്ട് എൻ്റെ ശരീരം കീറി മുറിച്ചു. പരമപുരുഷനായ അദ്ദേഹം പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒഴുകുന്ന ചോര കണ്ട് ദുഃഖിതനായി കോപത്തോടെ ഒരു പുൽക്കൊടിയെടുത്ത് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അവൻ്റെ നേർക്കയച്ചു. ഭയന്ന അവൻ ദുഃഖപരിഹാരത്തിനായി സകല ദിക്കിലും ഓടി നടന്നു. ഇന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ മുതലായവർ എല്ലാം അവനെ കൈയൊഴിഞ്ഞു. പരവശനായ അവൻ ഒടുവിൽ ശ്രീരാമപാദത്തിൽ വന്നു വീണ് കേണുകൊണ്ട് പറഞ്ഞു, കൃപാനിധേ, എന്നെ രക്ഷിക്കണേ. എനിക്ക് മറ്റൊരു ആശയമില്ല. ആനന്ദസ്വരൂപ, അങ്ങ് മാത്രമാണ് ശരണം. അവിടത്തേക്ക് നമസ്കാരം. ഇങ്ങനെ തൻ്റെ പാദത്തിൽ വീണ് കരയുന്ന ഇന്ദ്രപുത്രനായ ജയന്തനോട് പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു, ഞാൻ അയച്ച ശരം ഒരിക്കലും പാഴാവുകയില്ല. അതിനാൽ തീർച്ചയായും നിന്റെ കണ്ണുകളിൽ ഒന്ന് നഷ്ടപ്പെടും. ഇതിന് മാറ്റമില്ല. ഇനി ഇന്ന് ഭയപ്പെടാതെ പൊയ്ക്കൊള്ളൂ. ഇങ്ങനെ ദയാപൂർവം നിത്യവും എന്നെ സംരക്ഷിച്ചിരുന്ന അദ്ദേഹം ഇന്ന് ഉപേക്ഷിച്ചത് ഞാൻ ചെയ്ത ഏതോ പാപം കൊണ്ടായിരിക്കണം. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത പാപമാകാം ഇതിനെല്ലാം കാരണം. ഇത്തരത്തിലുള്ള സീതയുടെ വാക്കുകൾ കേട്ടിട്ട് ഹനുമാൻ പറഞ്ഞു, ഭവതി ഇവിടെയാണ് ഇരിക്കുന്നത് എന്ന വിവരം ഭർത്താവ് അറിയാത്തത് കൊണ്ടാണ് വരാതിരുന്നത്. ഇനി വേഗം ഇവിടെ എത്തും. വാനര സമൂഹം രാക്ഷസ സമൂഹത്തെയും ലങ്കാനഗരത്തെയും തീർച്ചയായും ഭസ്മമാക്കും. ഹനുമാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സീതാദേവി സന്തോഷത്തോടെ ഇങ്ങനെ ചോദിച്ചു, വാനരന്മാരെല്ലാം നിന്നെപ്പോലെ കൃഷശരീരന്മാരല്ലേ? പറയൂ, രാക്ഷസന്മാർ പർവ്വത ശരീരികളാണ്. അവരോട് നിങ്ങൾ എങ്ങനെ എതിരിടും? സീതയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ പെട്ടെന്ന് പർവ്വത തുല്യനായി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് നോക്കൂ, എന്നെപ്പോലുള്ള 21 വെള്ളം പടയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ഈ വെള്ളം പട പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയാണെന്നാണ് പറയുന്നത്. ഒന്നും അതിന് പുറകെ 111 പൂജ്യവും ഇട്ടാൽ കിട്ടുന്ന സംഖ്യയാണ് എന്ന് പറയുന്നു. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, മഹാകോടി, ശംഖം, മഹാശംഖം, വൃന്ദം, മഹാവൃന്ദം, പത്മം, മഹാപത്മം, കർവം, മഹാകർവം, സമുദ്രം, ഓകം, മഹൗകം, വെള്ളം. ലാസ്റ്റാണ് ഈ വെള്ളം. കോടി മുതൽ ഓരോന്നിൻ്റെയും 100, 100,000 ഇരട്ടിയാണ് അടുത്ത സംഖ്യ. അങ്ങനെ 100, 100,000 കോടി ഒരു മഹാകോടി, 100, 100,000 മഹാകോടി ഒരു ശംഖം എന്നിങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്. എന്നെപ്പോലുള്ള 21 വെള്ളം പടയാണ് ഇവിടെ വരാൻ പോകുന്നത്. സീതാദേവി പറഞ്ഞു, അതിപരിശുദ്ധനും അമിത ബലവാനുമായ നീ രാക്ഷസകുലത്തിൻ്റെ കാലം തന്നെ, സംശയമില്ല. രാത്രി തീരാറായി. രാക്ഷസ സ്ത്രീകളാരും കാണാതെ നീ വേഗം ഇവിടെ നിന്നു പോകൂ. ഇന്നു തന്നെ നീ കടൽ കടന്ന് രഘുനാഥനെ കാണുക. എൻ്റെ വിവരമെല്ലാം അദ്ദേഹത്തെ അറിയിച്ച് ചൂടാരത്നം കയ്യിൽ കൊടുക്കുക. ആ 2 വീരപുരുഷന്മാരോടൊന്നിച്ച് സുഗ്രീവനെയും പൺപടയെയും കൂട്ടി നീ വേഗം വരിക. വഴിയിൽ തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പോയി വരൂ. വിനയം, ഭയം, കൗതുകം, ഭക്തി, സന്തോഷം എന്നിവയോടുകൂടി ഹനുമാൻ 3 വട്ടം മധുരവാക്കുകളോടെ ലോകമാതാവായ സീതയെ വലം വെച്ചിട്ട് പറഞ്ഞു, അല്ലയോ അമ്മേ, എനിക്ക് വേഗം യാത്രാനുമതി തരൂ. ഇവിടെ സങ്കടം കൂടാതെ കഴിയൂ. സീത ഇങ്ങനെ അനുഗ്രഹിച്ചു, മകനെ, വഴിനീളെ നിരന്തരം നിനക്ക് മംഗളം ഭവിക്കട്ടെ. എൻ്റെ ഭർത്താവിനെ നീ വേഗം ഇവിടെ എത്തിക്കുക. നീ സസുഖം ഈ ലോകത്തിൽ ചിരകാലം ജീവിക്കുക. നിനക്ക് മംഗളവും സ്ഥിരമായ ഭക്തിയും ഉണ്ടാകട്ടെ. ഹനുമാൻ ലോകമാതാവായ സീതയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് പിൻവാങ്ങി. ഇനി ലങ്കാമർദ്ദനം. കുറച്ചകലെ ഒരു മരത്തിൻ്റെ ശാഖയിൽ ഇരുന്നു കൊണ്ട് ഹനുമാൻ ആലോചിച്ചു. ഒരു രാജകാര്യത്തിനു വേണ്ടി സമർത്ഥനായ ദൂതനെ ശത്രുവിൻ്റെ നഗരത്തിൽ അയച്ചാൽ പറഞ്ഞയച്ച കാര്യം ഭംഗിയായി നിറവേറ്റിയതിന് ശേഷം തൻ്റെ യജമാനന്റെ കാര്യത്തിന് വീഴ്ച പറ്റാതെ ബുദ്ധിസാമർഥ്യം ഉപയോഗിച്ച് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ട് പോകുന്നവനാണ് ഉത്തമനായ ദൂതൻ. അതിന് ഞാൻ രാക്ഷസേശ്വരനെ ഒന്ന് കണ്ടിട്ട് പോകുന്നതാണ് നല്ലത്. അതിനു പറ്റിയ നല്ല വഴി ഇതുതന്നെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ രാവണൻ്റെ പൂന്തോട്ടം നശിപ്പിച്ചു തുടങ്ങി. സീത ഇരിക്കുന്നിടത്ത് ശിംശഭാവൃക്ഷം ഒഴിച്ചുള്ള മറ്റു മരങ്ങളെല്ലാം ഹനുമാൻ അടിച്ചു തകർത്തു.
പൂവ്, ഇല, കായ് എന്നിവയോടുകൂടിയ വള്ളിക്കൂട്ടം, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവയെല്ലാം തകർന്നു വീഴുമ്പോൾ ഭയന്നു നിലവിളിക്കുന്ന ജനങ്ങളുടെ പലതരം ശബ്ദങ്ങളും, പക്ഷികൾ പേടിച്ച് ആകാശത്ത് നാലുപാടും പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങളും കൊണ്ട് ശ്രീരാമദൂതനും മഹാപരാക്രമിയുമായ ഹനുമാൻ പെട്ടെന്ന് രാക്ഷസ നഗരിയെ കീഴ്മേൽ മറിച്ചു. പേടിച്ചുണർന്ന രാക്ഷസ സ്ത്രീകൾ കവിവീരനെ കണ്ടു. ഇവൻ അതിശക്തനാണ്, ഇടിനാദം പോലെയാണ് ഇവൻ്റെ ശബ്ദം. എന്ത് ജന്തുവാണ് ഇത്? എന്തിനാണ് ഇവിടെ വന്നത്? സുന്ദരി, നിന്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ പറഞ്ഞില്ലേ? പറയൂ. ഇവന് കുരങ്ങിൻ്റെ രൂപമാണല്ലോ. ഇവനെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാകുന്നു. ഇവൻ ഈ രാത്രിയിൽ ഇരുട്ടത്ത് വരാൻ എന്താണ് കാരണം? നിനക്ക് അറിഞ്ഞുകൂടെ ഇവൻ ആരാണ് എന്ന് പറയൂ. സീത പറഞ്ഞു, രാക്ഷസന്മാർ ഉണ്ടാക്കുന്ന മായകൾ അവരൊഴിച്ച് മറ്റാർക്കെങ്കിലും അറിയാൻ കഴിയുമോ? ഇവനെ ഇവിടെ അടുത്ത് കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു. സീത രാക്ഷസ സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ അതെല്ലാം പോയി ലങ്കേശ്വരനോട് പറഞ്ഞു. അതിബലവാനും പർവ്വത ശരീരനുമായ ഒരു വനചരൻ ഉദ്യാനമെല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു. പോരിന് തയ്യാറായി വന്ന അവൻ പേടി കൂടാതെ യാഗമന്ദിരവും മാളികയും എല്ലാം തല്ലിപ്പൊളിച്ചു. ഉദ്യാനപാലകരെ എല്ലാം അവൻ ഇരുമ്പുലക കൊണ്ട് അടിച്ചു കൊന്നു. അവന് ഈ ലോകത്ത് ആരെയും പേടിയില്ല. അവൻ അവിടെ നിന്ന് ഇനിയും പോയിട്ടില്ല. രാക്ഷസ സ്ത്രീകൾ പറഞ്ഞത് കേട്ട് രാവണൻ പാമ്പിനെപ്പോലെ ക്രുദ്ധനായി പറഞ്ഞു, ഈ രാത്രിയിൽ ഇരുട്ടത്ത് പേടി കൂടാതെ ഇവിടെ വന്നവൻ ഒട്ടും നിസ്സാരനല്ല എന്ന് തീർച്ച. മൂർച്ചയേറിയ ശരങ്ങൾ, വജ്രായുധം, ഇരുമ്പുലയ്ക്ക മുതലായ ആയുധങ്ങളുമായി ലക്ഷം വീരഭടന്മാർ അവൻ്റെ അടുത്തേക്ക് പോകട്ടെ. രാവണൻ്റെ ആജ്ഞ നടത്താൻ നിർഭയരായ പോരാളികൾ തൻ്റെ നേർക്ക് വരുന്നത് കണ്ടു. പർവ്വതങ്ങളോടുകൂടി ഭൂമി മുഴുവൻ കുലുക്കും വണ്ണം ഹനുമാൻ സിംഹഗർജനം മുഴക്കി. അത് കേട്ട രാക്ഷസന്മാർ ഭയന്ന് ബോധം കെട്ടു വീണു. വീണ്ടും എഴുന്നേറ്റവർ സംഭ്രമത്തോടെ ഹനുമാന്റെ നേരെ ചെന്ന് മൂർച്ചയേറിയ ശരം തുടങ്ങിയ പല ആയുധങ്ങൾ പ്രയോഗിച്ചു. അവരെയെല്ലാം ഹനുമാൻ നിഷ്പ്രയാസം ഇരുമ്പുലയ്ക്ക കൊണ്ട് അടിച്ചു കൊന്നു. തൻ്റെ ലക്ഷം പടയാളികൾ കൊല്ലപ്പെട്ടതറിഞ്ഞ് വളരെ ക്രുദ്ധനായ രാവണൻ വീരന്മാരായ 5 സർവ്വ സൈന്യാധിപന്മാരെ അയച്ചു. അവരും ശത്രുക്കളെ കൊല്ലാൻ സമർത്ഥനായ ഹനുമാനോടേറ്റ് മരണം പ്രാപിച്ചു. ഇതറിഞ്ഞ രാവണൻ കോപാക്രാന്തനായി പറഞ്ഞു, അവൻ്റെ ശക്തി അത്ഭുതകരം തന്നെ. എനിക്ക് പോലും ഭയം തോന്നുന്നു. വലിയ സൈന്യവുമായി പോയ 5 സേനാനായകരും എനിക്ക് അപമാനം ഉളവാക്കും വിധം കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ അവനെ ജീവനോടെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമാന്മാരായ 7 മന്ത്രിപുത്രന്മാർ സൈന്യസമേതരായി പോകട്ടെ. രാവണന്റെ വാക്കുകൾ കേട്ട് വടി, മുസലം, വാൾ, അമ്പ്, വില്ല് മുതലായ ആയുധങ്ങളോടുകൂടി കഠിനമായി അലറിക്കൊണ്ട് രാക്ഷസ ശ്രേഷ്ഠന്മാർ സൈന്യസമേതരായി ഹനുമാന്റെ അടുത്തെത്തി. ഭൂമണ്ഡലം മുഴുവൻ വിറയ്ക്കത്തക്കവണ്ണം അലറിക്കൊണ്ടിരുന്ന ഹനുമാന്റെ നേരെ നിരവധി ആയുധങ്ങൾ പ്രയോഗിച്ചു. അവരെയെല്ലാം ഹനുമാൻ ഇരുമ്പു തൂണുകൊണ്ട് അടിച്ചു കൊന്നു. തൻ്റെ സജീവന്മാരുടെ 7 പുത്രന്മാരും അസംഖ്യം ഭടന്മാരും മരിച്ചു എന്ന് കേട്ട രാവണന്റെ മനസ്സ് കഠിന ദുഃഖവും ഭയവും അഭിമാനുഷത നിമിത്തമുള്ള ലജ്ജയും കൊണ്ട് അസ്വസ്ഥമായി. ഇവനോട് പൊരുതി ജയിക്കാൻ ഇനി മറ്റാരുമില്ല. ഇങ്ങനെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. ഇവരിൽ, അതായത് ഈ മരിച്ച ഭടന്മാരിൽ ഒരാൾ എതിർത്താൽ പോലും 3 ലോകങ്ങളിലെയും ദേവന്മാരോ അസുരന്മാരോ ആരും നേരെ നിൽക്കുകയില്ല. അങ്ങനെയുള്ള രാക്ഷസ വീരന്മാർ പലരും ഒരു കുരങ്ങിനോട് പൊരുതി മരിച്ചു. എൻ്റെ പുണ്യമെല്ലാം നശിച്ചു. ഇങ്ങനെ പലതും ചിന്തിച്ച് പരവശനായി തളർന്ന പിതാവിനെ വിനയത്തോടു കൂടി തൊഴുതുകൊണ്ട് ഇളയ മകൻ ആദരപൂർവ്വം പറഞ്ഞു, വീരപുരുഷന്മാർക്ക് ഇത് ഒട്ടും യോജിച്ചതല്ല. ഈ ദുഃഖം മതി മതി. സകല രാജാക്കന്മാർക്കും അനുചിതമായി ഈ മനോദുഃഖം ധൈര്യവും ശൗര്യവും തേജസ്സും നശിപ്പിക്കുന്ന ഒന്നത്രേ. ശത്രുവിനെ നിമിഷ നേരത്തിനകം ഞാൻ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷകുമാരൻ പുറപ്പെട്ടു. അപ്പോൾ ഹനുമാൻ കോട്ടയിലെ വളച്ചുവാതിലിന് മുകളിൽ കയറിയിരുന്നു. അക്ഷകുമാരനെ ഹനുമാൻ വളരെ അടുത്ത് കണ്ടു. ശരങ്ങളേറ്റ് ശരീരം മുഴുവൻ കീറി മുറിഞ്ഞ ഹനുമാൻ കോപത്തോടുകൂടി മുകളിൽ നിന്ന് താഴെ വന്ന് പെട്ടെന്ന് അക്ഷകുമാരൻ്റെ ശിരസിലേക്ക് മുൾഗരം എറിഞ്ഞു. ശക്തനും മനോഹരനുമായ അക്ഷകുമാരൻ പെട്ടെന്ന് കാലപുരി പൂകി. ദേവകുലത്തിൻ്റെ ശത്രുവും രാക്ഷസരാജാവുമായ രാവണൻ ഈ വാർത്ത കേട്ട് ദുഃഖാർത്തനായി. ഇന്ദ്രനെ ജയിച്ചവനും വലിയ ബലവാനുമായ മകൻ ഇന്ദ്രിയത്തിനെ മാറോടണച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ സഹോദരൻ കാലപുരിയിലെത്തിയത് നീ അറിഞ്ഞില്ലേ? എൻ്റെ മകനെ യുദ്ധത്തിൽ വധിച്ച വാനരനെ കാലപുരിയിലേക്ക് അയക്കാൻ വലിയ സൈന്യവുമായി ഞാൻ വേഗം പോവുകയാണ്. നിന്റെ അനുജൻ്റെ ഉദയക്രിയകൾ പിന്നീട് നടത്താം. പിതാവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഇന്ദ്രജിത്ത് ഉടനെ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, അങ്ങ് ദുഃഖം മനസ്സിൽ നിന്നും ഉപേക്ഷിക്കുക. അങ്ങയുടെ സങ്കടം എല്ലാം ഞാൻ പരിഹരിക്കാം. എന്തായാലും അവൻ മരണമില്ലാത്തവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരുത്തൻ ഇത്ര ധൈര്യത്തോടെ ഇവിടെ കടന്നു വരികയില്ല.
അവൻ മരണഭയം ഇല്ലാത്തവനാണ് എങ്കിൽ ബ്രഹ്മാസ്ത്രം ഇത് ബന്ധിച്ച് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ തന്നിട്ടുള്ള വരബലത്തിനാൽ ഇന്ദ്രനെ പോലും യുദ്ധത്തിൽ ജയിച്ച നമ്മോട് ഒരു വാനരൻ വന്ന് എതിരിട്ടത് അത്ഭുതകരം തന്നെ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരുപക്ഷെ അവനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ധാർമ്മികമോ അധാർമികമോ ആയ മാർഗത്തിലൂടെയോ കപടവൃത്തിയിലൂടെയോ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും താമസമില്ലാതെ ഞാൻ അങ്ങയുടെ സമീപത്ത് അവനെ കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ ആപത്തുണ്ടായിരിക്കുന്നത് ഒരു സ്ത്രീ നിമിത്തമാണ്. ഇത് സാമ്പത്തിക നഷ്ടം വരുത്തും എന്ന കാര്യം തീർച്ചയാണ്. അങ്ങ് ഇവിടെ സുഖമായി വസിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് വെറുതെ ദുഃഖിക്കരുത്. ഇപ്രകാരം പിതാവിനോട് നയത്തോടെ ഹിതകരമായി സംസാരിച്ചിട്ട് ഇന്ദ്രജിത്ത് യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. പടച്ചട്ട, അമ്പ്, വില്ല് തുടങ്ങിയവ ധരിച്ച് തേരിൽ കയറി രാമദൂതനെ ജയിക്കുന്നതിനായി ഇന്ദ്രജിത്ത് വേഗം പുറപ്പെട്ടു. വീരനായ ഹനുമാൻ ഗർജിച്ചുകൊണ്ട് ഗരുഡനെ പോലെ ആകാശത്തിലേക്ക് കുതിച്ചു. കയ്യൂക്കും വീര്യവും വേഗവും കണ്ട് ഇന്ദ്രജിത്തിനും ഹനുമാനും പരസ്പരം ബഹുമാനം തോന്നി. സിംഹപരാക്രമനായ ഇന്ദ്രജിത്ത് ഹനുമാന്റെ ശിരസിൽ 5 ശരങ്ങളെയ്തു. പെട്ടെന്ന് 8 ശരങ്ങൾ ഹൃദയത്തിലും 6 ശരങ്ങൾ വീതം കാലുകളിലും മൂർച്ചയേറിയ ഒരു ശരം വാലിലും എയ്തിട്ട് ഇന്ദ്രജിത്ത് സിംഹഗർജനത്താൽ പ്രപഞ്ചം മുഴുവൻ വിറപ്പിച്ചു. ശരങ്ങളേറ്റ് ക്ഷീണിച്ച ഹനുമാൻ ഒരു തൂണ് പിഴുതെടുത്ത് തേരാളിയെ പെട്ടെന്ന് അടിച്ചു കൊന്നു. കുതിരകളെയും രഥത്തെയും അടിച്ചു തകർത്തപ്പോൾ മേഘനാഥൻ ദൂരെ ചാടി രക്ഷപ്പെട്ടു. പിന്നീട് കുറെ കൂടി വലിയൊരു തേരിൽ കയറി വന്ന് ഇന്ദ്രജിത്ത് അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചു. ക്രുദ്ധനായ ഇന്ദ്രജിത്തിൻ്റെ ശരങ്ങളേറ്റ് ഹനുമാന്റെ രോമങ്ങൾ നന്നായി കീറി. അതുകൊണ്ടും അവന് ക്ഷീണമില്ല എന്ന് കണ്ട് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതിനെ ഹനുമാൻ ബഹുമാനപൂർവ്വം ആദരിച്ചു. ബോധം കെട്ട് ഭൂമിയിൽ വീണു. ഇന്ദ്രജിത്ത് വായുപുത്രനായ ഹനുമാനെ പിടിച്ചു കെട്ടി പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വണങ്ങി. പണ്ട് ദേവന്മാർ നൽകിയ വരത്തിനാൽ ഹനുമാന് ഇതെല്ലാം കൊണ്ട് ഒരു മനപ്രയാസവും ഉണ്ടായില്ല. നളിനാക്ഷനായ ശ്രീരാമൻ്റെ നാമങ്ങൾ സദാ ജപിക്കുന്നവർ ഭക്തി കൊണ്ട് പരിശുദ്ധ മനസ്കരായി അജ്ഞാന നിമിത്തം ദീർഘകാലം ചെയ്ത കർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് വളരെ വേഗം മോചിതരായി സുസ്ഥിരമായ വിഷ്ണുവധം പ്രാപിക്കും എന്നതിന് സംശയമില്ല. അപ്പോൾ ശ്രീരാമൻ്റെ പാദകമലങ്ങൾ ഹൃദയത്തിൽ ധരിക്കുന്ന ശ്രീരാമദൂതന് ബന്ധനമുണ്ടാകുമോ? ജനന മരണ രൂപത്തിലുള്ള വികാരങ്ങളുമായി ബന്ധമില്ലാത്തവർക്ക് മറ്റു തരത്തിലുള്ള ബന്ധനങ്ങൾ കൊണ്ട് എന്ത് ദുഃഖം ഉണ്ടാകാനാണ്? കൈകാലുകൾക്ക് ക്ഷീണമുണ്ട് എന്ന് നടിച്ചുകൊണ്ട് ഹനുമാൻ അല്പനേരം കിടന്നു. അപ്പോൾ കൗതുകത്തോടെ രാക്ഷസന്മാരെത്തി കയർ കഷ്ണം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു. അതോടെ ശക്തനും ദേവശത്രുവുമായ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ടുള്ള ബന്ധനം ഇല്ലാതെയായി. ഇതൊന്നുകൊണ്ടും ഹനുമാന് ദുഃഖമുണ്ടായില്ല. എങ്കിലും ബന്ധനസ്ഥനാണ് എന്ന ഭാവം ഹനുമാൻ ഉപേക്ഷിച്ചില്ല. രാക്ഷസന്മാർ ആർത്തു വിളിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുപോകുമ്പോൾ കാര്യഗൗരവത്തിനു വേണ്ടി ഹനുമാൻ നിശ്ചലനായി കിടന്നു. ഹനുമാനെ രാക്ഷസ രാജാവായ രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.